ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഉപയോഗിക്കുന്ന പവർ മെഷീൻ്റെ കുറച്ച് ഫൂട്ടറുകൾ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഇതെല്ലാം എനിക്ക് മെഷീനിന് കിട്ടിയതല്ല, ഞാൻ എല്ലാം സെപ്പറേറ്റ് വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയം. അപ്പോൾ ഇതാണ് ലെഫ്റ്റ് റൈറ്റ് പൈപ്പിംഗ് ഫൂട്ടർ അഥവാ സിബ്ബർ ഫൂട്ടർ. ഇതിന് പൈപ്പിംഗ് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും, സിബ്ബ് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇൻവിസിബിൾ സിബ്ബൊക്കെ വളരെ ഭംഗിയായിട്ട് നീറ്റായിട്ട് ഇതിനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും ഒരു സിബ്ബർ ഫൂട്ടറാണ്. ഇൻവിസിബിൾ സിബ്ബൊക്കെ ഇതിനെ വെച്ച് വളരെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ നടുക്കുള്ള ഈ ഹോൾസിൽ കൂടി വേണം നമ്മൾ സൂചി കടത്തി വെക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ ഈ ഒരു ഹോള്. ഇതാണ് ഹെമ്മിങ് ഫൂട്ടർ. ഇത് പിന്നെ ഗൗണിൻ്റെ താഴ്ഭാഗം, പിന്നെ നമ്മുടെ ഷാളിൻ്റെ സൈഡ്, ഇതൊക്കെ നല്ല നീറ്റായിട്ട് നേരിയതായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഉപയോഗിച്ചിട്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഫൂട്ടർ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, സൂചി ഇടുന്ന ആ ഒരു ഹോള്, പിന്നെ ഹെം ചെയ്യുന്ന ആ ഒരു ഹോള്, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടാവും. ഇത് രണ്ടും ഗ്യാതേർഡ് ഫൂട്ടറാണ്. ഗ്യാതേർഡ് ഫൂട്ടർ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്കവർക്കും അറിയായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. നമ്മളെ പ്ലീറ്റ്സ് ഒക്കെ നമുക്ക് കൈകൊണ്ട് ഇടുന്നതിന് പകരം ഫൂട്ടർ ഉപയോഗിച്ച് നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് ഗ്യാതേർഡ് ഫൂട്ടറാണ്. ഒന്ന് ഇതാ ഇങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെയാണ്. രണ്ടാമത്തെ ഗ്യാതേർഡ് ഫൂട്ടർ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിലൊരു സ്പ്രിങ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് അത് ടൈറ്റാക്കും ലൂസാക്കും ചെയ്യുമ്പോഴാണ് ഗ്യാതേർഡ് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതാണ് എലാസ്റ്റിക് ഫൂട്ടർ. ഇത് നല്ലൊരു ഫൂട്ടറാണ്. ഇതിൽ ഈ കാണുന്ന ഹോളിലൂടെയാണ് നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. അതായത് 1/4 ഇഞ്ച് 1/2 ഇഞ്ച് ആ മോഡൽ എലാസ്റ്റിക് ഒക്കെ ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ നടുക്ക് കാണുന്ന ഈ ഹോളാണ് നമ്മളെ സൂചി ഇറങ്ങാൻ വേണ്ടി വെക്കുന്നത്. ഇത് പറ്റുന്നവരൊക്കെ വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ഫൂട്ടറാണിത്. ആൻഡ് ലാസ്റ്റ് വൺ, ഇത് നമ്മളെ സീക്വൻസ് ഫൂട്ടറാണ്. ഇത് ഞാൻ അങ്ങനെ അധികം സ്റ്റിച്ച് ചെയ്തിട്ടില്ല, കാരണം എനിക്കിത് അത്ര ഒരു നീറ്റായിട്ട് തോന്നിയിട്ടില്ല സ്റ്റിച്ച് ചെയ്യുമ്പോൾ. സാധാരണ നമ്മൾ കല്ലൊക്കെ ഹാമർ ഉപയോഗിച്ചിട്ട് എടുക്കുമ്പോൾ തന്നെയാണ് ആ ഒരു നീറ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നാലും ചെറിയ പിന്നെ സ്റ്റോൺസ് ഒക്കെ ആണെങ്കിൽ, നമുക്ക് സീക്വൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഹെവി ആയിട്ടുള്ള വർക്കുകളൊന്നും നമുക്ക് ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, എനിക്കങ്ങനെ ആ ഒരു നീറ്റ്നെസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.